മഹാരാഷ്ട്ര നാഗ്പൂരിൽ ക്ലോറിൻ ചോർച്ച. ജലശുദ്ധീകരണ പ്ലാന്റിലാണ് വാതക ചോർച്ചയുണ്ടായത്. നിരവധി പേർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 5 പേരുടെ നില ഗുരുതരമാണ്. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ്. ജലശുദ്ധീകരണ പ്ലാന്റിൽ എങ്ങനെയാണ് ഈ ചോർച്ചയുണ്ടായത്? എത്ര പേരിപ്പോൾ ആശുപത്രിയിലുണ്ട്? സ്മൃതി, പുലർച്ചെ 12:30 കൂടിയാണ് നാഗ്പൂരിലെ ഗോധാനിയിൽ സംഭവം നടക്കുന്നത്. ജലശുദ്ധീകരണ പ്ലാന്റിലെ ഒരു 900 ലിറ്റർ ക്ലോറിൻ പ്ലാന്റ് ആണ്. ക്ലോറിൻ പ്ലാന്റിൽ നിന്നാണ് ക്ലോറിൻ ചോർച്ച ഉണ്ടായത്. അങ്ങനെയാണ് പ്രദേശവാസികൾക്ക് വലിയ രീതിയിലുള്ള ശ്വാസമുട്ടലുണ്ടാകുന്നു, കണ്ണെരിച്ചിലുണ്ടാകുന്നു. അങ്ങനെ ആകമാനം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലേക്ക് എത്തി. ഏതാണ്ട് 20 പേരെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് തന്നെ ഗോധാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജല ശുദ്ധീകരണ പ്ലാന്റ് ആണ്. അവിടെ നിന്നാണ് ഇത്തരത്തിൽ വാതക ചോർച്ചയുണ്ടായത്. 20 പേരെ ആശുപത്രിയിലേക്ക് ആദ്യം പ്രവേശിപ്പിക്കുന്നു. പിന്നാലെ 200 മീറ്റർ ചുറ്റളവിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലേക്കുള്ള പ്രതിസന്ധി അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് 3 കുഞ്ഞുങ്ങൾക്കടക്കം ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. 52-ലധികം പേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പ്രദേശവാസികളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് നാഗ്പൂർ നഗരസഭ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ എത്ര ഭാഗത്തേക്ക് ഈ ക്ലോറിന്റെ ബുദ്ധിമുട്ട് എത്ര ഭാഗത്തേക്ക് പടർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, 200 മീറ്റർ ചുറ്റളവിലായിട്ടുള്ള പ്രദേശത്താണ് ഇത്തരത്തിലേക്ക് ക്ലോറിൻ വാതകം അത് പൂർണ്ണമായിട്ടും ചോരുകയും അതിന്റെ ഭാഗങ്ങൾ പലയിടത്തേക്കും വ്യാപിക്കുകയും ചെയ്തത്. 200 മീറ്റർ പ്രദേശത്തു നിന്നുള്ള ആളുകളെയാണ് പൂർണ്ണമായും ഒഴിപ്പിച്ചത്. ഏതാണ്ട് 60-ലധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ 60-ലധികം കുടുംബങ്ങളെയും ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ ക്ലോറിൻ വാതക ചോർച്ച ഒരു തവണ റിപ്പോർട്ട് ചെയ്തതായിരുന്നു. ആ റിപ്പോർട്ട് ചെയ്തിട്ടും കൃത്യമായ നടപടി നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. അത് നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്നുമാണ് പ്രദേശവാസികൾ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. 52 പേരെ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആദ്യഘട്ടത്തിൽ 20 പേരെയാണ് മാറ്റിയതിനകത്ത് കുഞ്ഞുങ്ങളടക്കം ഉൾപ്പെടുന്നുണ്ട്. വലിയ രീതിയിൽ തന്നെയുള്ള ശ്വാസതടസ്സമാണ് പല ആളുകൾക്കും ഉണ്ടായത്. രാത്രിയിൽ ഉറക്കത്തിലായിരുന്നു കുറേയധികം ആളുകൾ. അങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ശ്വാസമുട്ട് അനുഭവിക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് പോകുകയും ചെയ്തത്. 900 ലിറ്റർ ക്ലോറിൻ ടാങ്ക് അതാണ് ചോർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലാണ് ഈ ക്ലോറിൻ ചോർച്ചയുണ്ടായത്. ജലശുദ്ധീകരണ പ്ലാന്റിൽ വാതക ചോർച്ചയുണ്ടായി. നിരവധി പേർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരിക്കുന്നു. 40 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന വിശദാംശങ്ങളാണ് അഭിനന്ദ് നൽകിയത്.